ശബരിമല വരുമാനത്തിൽ വൻ വർധനവ് 29 ദിവസം കൊണ്ട് ലഭിച്ചത് 163 കോടി 89,20,204 രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 22 കോടി 76,22,481 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഈ വർഷത്തെ 29 ദിവസം പൂർത്തിയാകുമ്പോൾ ആകെ വന്നിട്ടുള്ള വരുമാനം 163 കോടി 89,20,204 എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി 22 കോടി 76,22,481 കോടി രൂപയുടെ അധിക വരുമാനമാണ്. വിശദാംശങ്ങളുമായി ശബരിമലയിൽ നിന്നും PK സരീഷ് ചേരുന്നു. സരീഷ്, ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഏതായാലും വരുമാനത്തിലും വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ ദേവസ്വം ബോർഡ് ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തരുടെയും ഒപ്പം തന്നെ വരുമാനത്തിൻ്റെയും കാര്യത്തിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഈ വർഷം മാത്രം, അതായത് മണ്ഡലകാലം ആരംഭിച്ച് ഈ 29 ദിവസം പിന്നിടുമ്പോൾ 22,67,956 സ്വാമിമാരാണ് ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കിയത് എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 18,16,913 പേർ മാത്രമായിരുന്നു ദർശനം പൂർത്തിയാക്കിയത്. അതായത് 4,51,043 പേരുടെ വർധനവ് ഈ ദിവസങ്ങളിൽ മാത്രം, അതായത് ദർശനകാലം ആരംഭിച്ച് മണ്ഡലകാലം ആരംഭിച്ച് 29 ദിവസത്തിനുള്ളിൽ തന്നെ 4 ലക്ഷത്തോളം ആളുകളുടെ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനാനുപാതികമായി വരുമാനത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഈ വരുമാനത്തിൽ 163 കോടി 89,20,204 രൂപയാണ് ഇതുവരെ ഈ 29 ദിവസത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ളത് എന്നാണ് ദേവസ്വം ഔദ്യോഗികമായി നൽകുന്ന കണക്ക്. കഴിഞ്ഞ വർഷം ഇത് 141 കോടി 12,97,723 രൂപയായിരുന്നു. അതായത് 22 കോടി 76,22,481 കോടി രൂപയുടെ അധിക വരുമാനം ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം വലിയ പ്രതിസന്ധികളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇത്തവണ വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ 52 കോടി രൂപ കാണിക്ക ഇനത്തിൽ ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 90 കോടി രൂപ അപ്പം അരവണ വിൽപ്പനയുടെയും ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ദേവസ്വം ബോർഡ് അറിയിക്കുകയാണ്. ശബരിമലയിൽ വൻ വരുമാന വർധനവ്. സന്നിധാനത്ത് നിന്ന് PK സരീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.